ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തേന്ന് പറയുന്നൊരു കുട്ടി 2-ഡേ ട്രിപ്പാണ്. ബാംഗ്ലൂർ ടു ഹൈദരാബാദ് ഓൺ റോഡാണ് നമ്മൾ പോയത്. ഒരു 10.5 11 hours നമ്മളെടുത്തത് ഹൈദരാബാദ് എത്താനായിട്ട്. ഇതിനകത്ത് ഞാൻ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ആകെ രാത്രി മാത്രമാണ് പുറത്ത് പോയി കഴിച്ചത്. അത് ഞാൻ ഓൾറെഡി ഷോർട്സ് ആയിട്ട് കുറച്ച് നാൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് നമ്മൾ ഉച്ചയ്ക്ക് എത്തിയിട്ട് ഓർഡർ ചെയ്യുകയാണ് ചെയ്തത്. എന്നിട്ട് കഴിച്ചിട്ട് നമ്മൾ നേരെ ഗോൾക്കൊണ്ട ഫോർട്ടിലോട്ട് പോയി. ഒരു 4 മണി 4:30 സമയമായപ്പം. അപ്പോൾ ഇവിടെ വരുന്നവർ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. വൈകുന്നേരം ഒരു 5:30 മണിക്ക് മുന്നേ ഇവിടെ എത്തണം. ഒരു പർട്ടിക്കുലർ ടൈം വരെ ഇവിടെ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇതിൽ ഏറ്റവും മുകളിൽ പോയിട്ട് ആ ഒരു സിറ്റിയുടെ വ്യൂ ഭയങ്കര വേർത്താണ് കാണാനായിട്ട്. എന്നിട്ട് അവിടെ നിന്ന് നേരെ നമ്മൾ പോയത് ചാമിനാറാണ്. അവിടെ സ്ട്രീറ്റ് ഷോപ്പിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് അതൊരു സ്വർഗ്ഗരാജ്യം തന്നെയാണ്. പിന്നെ സൈഡിൽ കുറേ പേൾസിൻ്റെ ജ്വല്ലറി അങ്ങനത്തെയൊക്കെ ഉണ്ട്. അപ്പോൾ അത് വാങ്ങണമെന്നുള്ളവർക്ക് ഇവിടെ നിന്ന് തന്നെ വാങ്ങാവുന്നതാണ്. പിന്നെ നെക്സ്റ്റ് ഡേ നമ്മൾ പോയത് നേരെ രാമോജിയിലോട്ടാണ്. അപ്പോൾ അവിടെ രാമോജി കുറച്ച് അകത്തോട്ടാണല്ലോ ഹൈദരാബാദിൽ നിന്ന്. അപ്പോൾ നമ്മൾ നമ്മുടെ സ്വന്തം വണ്ടി ഡിപ്പെൻഡ് ചെയ്ത് പോയിട്ട് ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് അവരുടെ ബസ്സിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിനകത്ത് ഇതുപോലെ രാമായണത്തിൻ്റെയും ബാഹുബലിയുടെയൊക്കെ സെറ്റ് അവരിട്ടിട്ടുണ്ട്. ഒരു സെറ്റിൽ നിന്ന് മറ്റൊരു സെറ്റിലോട്ട് നമ്മൾ അവരുടെ ബസ്സിൽ തന്നെയാണ് കൊണ്ടുപോകുന്നത്. കാരണം അതിന് മാത്രം കാണാനുണ്ട്. രാവിലെ തൊട്ട് വൈകുന്നേരം 6 മണി വരെ ഇതിനകത്ത് തന്നെ ഉണ്ടല്ലോ സ്പെൻഡ് ചെയ്യാനായിട്ട്. അപ്പം ഞാൻ മെയിനായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അധികം എന്താ പറയുക, അല്ലെങ്കിൽ ഭയങ്കര ലോങ് ആയിപ്പോവും വീഡിയോ. അതുകൊണ്ട് അപ്പം നമ്മുടെ ബാഹുബലി സെറ്റിനകത്ത് അവർ ആ ഒരു ബാഹുബലിയുടെ ബീജവും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര ഒരു ഫീലാണ്. നമ്മൾ ആ മൂവി ഇപ്പം നേരിട്ട് നമ്മൾ കാണുന്നൊരു ഫീലുണ്ട്. അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവിടെ ബാഹുബലിയുടെ സെറ്റാണ്. പിന്നെ നമ്മൾ ഈ എല്ലാ സെറ്റും കണ്ടൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും അവിടെ നമ്മൾ എങ്ങനെയാണ് അവർ മൂവി എടുക്കുന്നത്, അതിന് സൗണ്ട് എങ്ങനെയാണ് കൊടുക്കുന്നത്, അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസും അതിനകത്ത് നമുക്ക് കാണാൻ പറ്റും. ഈ ബാഹുബലി സെറ്റിലായിരുന്നു ഏറ്റവും കൂടുതൽ തിരക്ക്. നമുക്ക് ഒരു പോയിന്റിൽ പോലും ഫോട്ടോ എടുക്കാനുള്ള ഗ്യാപ്പ് പോലും ഇല്ല, അത്രയ്ക്ക് ആൾക്കാരായിരുന്നു. പിന്നെ ഒരു സെറ്റിൽ നിന്ന് മറ്റൊരു സെറ്റിലോട്ട് പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഇഷ്ടംപോലെ കാഫറ്റീരിയയും കാര്യങ്ങളൊക്കെ അവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫുഡ് ഇഷ്ടംപോലെ അവിടെ അവൈലബിൾ ആണ് പലയിടത്തായിട്ട്. ഇത് ഏതൊരു പുറം രാജ്യം കാണുന്ന പോലെ ഒരു സ്ട്രീറ്റ്, ഒരു കോളനി പോലെയൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നല്ല രസമായിരുന്നു. പിന്നെ ഇത് നമ്മുടെ ഒരു ഫ്ലൈറ്റിൻ്റെ ഒരു മോഡൽ, അത് ഇൻക്ലൂഡിങ് എയർപോർട്ട് ആണ് അവർ ചെയ്ത് വെച്ചേക്കുന്നത്. അതൊന്നും ഞാനിതിൽ എടുത്തിട്ടില്ല. അപ്പം ഇതൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. ഈ രാജസ്ഥാനി സെറ്റ് ഇതൊക്കെ ഭയങ്കര കിടിലം ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. നെക്സ്റ്റ് ഡേ നമ്മൾ തിരിച്ച് നേരെ ബാംഗ്ലൂർക്കോട്ട് വന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം.